ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പം ഇന്ന് രാവിലെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിക്കണം കേട്ടോ. രാവിലെ എണീറ്റിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങും. പിന്നെ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിരിക്കണം, 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 9 മണിക്ക് നീറ്റ് അപ്പോൾ കാക്കു ചായ കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കാൻ വന്നപ്പോൾ കൊണ്ടുവന്നാണിത്. ഇന്നലെ നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ നാട്ടിൽ നിന്ന് മാവേണ്ടിയിരുന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, ഷോപ്പൊക്കെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളെ അടുത്ത് അവിടുത്തെ ഉപ്പയും മീൻ കൊടുത്തയച്ചതാണ് ചക്കയും ബീഫൊക്കെ കേട്ടോ. അപ്പോൾ അതാ രാവിലെ തന്നെ കാക്കു ചായ കുടിക്കാൻ വന്ന് കുറച്ച് കഴിഞ്ഞേക്കാണ് ചക്കയും ബീഫൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ കാക്കു ചായ കുടി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞാൽ ചക്ക മുറിച്ച് കാട്ട് കുറച്ച് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കാക്കുക്ക് കുറച്ച് മുറിച്ച് കൊടുത്തിട്ടാണ്. നല്ല മധുരം ഉണ്ടായിരുന്നു. വെള്ളം ഇറങ്ങി എപ്പോഴും നാട്ടിൽ കുളിക്കുമ്പോൾ അനുമോളും ഉമ്മയും ജൈബൊക്കെ എന്നോട് പറയും, ഈ വരുമ്പോഴത്തേന് ചക്കയിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് ഒരു ടേസ്റ്റും ഇല്ലാതെ ആവട്ടാന്ന്. പക്ഷെ പറഞ്ഞ് വിചാരിച്ച പോലെ ഒന്നുമല്ല. പക്ഷേ ചക്ക തിന്നാൽ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ചക്കയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നിട്ടാ. അങ്ങനെ ഇതാ ഞങ്ങൾ ചക്കൊക്കെ തിന്ന് ഇവരിത് ആച്ചു മൈമനത് എപ്പോൾ എണീറ്റിട്ടുള്ളൂ. നീറ്റ് വന്നപ്പോൾ 11 മണി 11:30 കഴിക്കണം കേട്ടോ. അപ്പോൾ നീറ്റ് വന്ന് നേരെ ടോയ്ലറ്റിലേക്ക് പോകണ വഴിക്കാണ് ഡൈനിങ് ഹോള് ചക്ക ഇരിക്കുന്നുണ്ടത്. പല്ലും കഴുകിയിട്ടില്ല, മുഖം കഴുകിയിട്ടില്ല അറിഞ്ഞ പോലെ കുലുക്കു കഴിഞ്ഞാണ്ട് എളുപ്പം വന്നിട്ട് രണ്ടും കൂടി ഇത് ചക്ക ഇരുന്ന് തിന്നു. അപ്പോൾ രാവിലെ തന്നെ കാലി വാറ്റിയിട്ട് ചക്ക തിന്നാൽ വല്ല ബുദ്ധിമുട്ടും വരികയാണ്, അവൻ പഠിച്ചോൻ കാക്കട്ടെ. അപ്പോൾ അത് രണ്ടും കൂടി ചക്കൊക്കെ മുഴുവൻ ഇരുന്ന് തിന്ന് കഴിഞ്ഞിരിക്കണം കേട്ടോ. ടിവിയും കണ്ടുകൊണ്ട് ഇരുന്ന് തിന്നാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്കി പരിപാടി ഇതാ. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയ ബീഫാണിത്. നാട്ടിൽ നിന്ന് ആര് വരികയാണെങ്കിലും ബീഫ് ഇല്ലാത്ത പരിപാടി ഇല്ല പറഞ്ഞ പോലെ നമുക്കും കിട്ടിക്കണേ 2 പൊതി ബീഫ്. അപ്പം നമ്മളെ ബീഫ് തട്ടാ 2 കവർ ബീഫുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് എടുക്കണം, അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് ഞാനിതാ ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ. പിന്നെ ഇതാ ബീഫൊക്കെ എന്താ അപ്പോൾ കൈപ്പങ്ങ ഇതാ നമ്മളൊന്ന് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. കൈപ്പങ്ങയിൽ ഇതുപോലെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ല കയ്പെന്ന് പോയി കിട്ടും. പിന്നെ ടേസ്റ്റുള്ള കയ്പാവട്ടെ. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണ്ടേ. പിന്നെ അതാ ബാക്കി പരിപാടി നമ്മൾ ചക്കൊക്കെ തിന്നൽ കഴിഞ്ഞ് അതിൻ്റെ ചക്കക്കുരു കേട്ടോ. ഈ ചക്കക്കുരു നാട്ടിൽ ഒരു വില ഉണ്ടാവില്ല, പക്ഷെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കര വില കേട്ടോ. കാരണം ചക്കക്കുരു എപ്പോഴും കിട്ടുന്ന സംഭവമല്ലേ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.